ശ്രീ ജോഷി, ഈ വിദ്യാഭ്യാസ ഉപഡയറക്ടർ റിപ്പോർട്ട് കൊടുത്തല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി തിട്ടൂർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഈ ഡെപ്യൂട്ടി ഡയറക്ടർ അവിടെ വിദ്യാലയത്തിലെത്തി കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നോ, അതോ അയാളുടെ കസേരയിലിരുന്നിട്ട് ഒരു റിപ്പോർട്ട്, ഭാവനയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ഉണ്ടാക്കിയതാണോ? ഞാൻ പറയാം, ഡെപ്യൂട്ടി ഡയറക്ടർ അല്ല വന്നത്, അവിടെ AEO ആണ്. ഓക്കെ, ഞാൻ പറയാം, ഇവിടുന്ന് അവിടെ വന്നത് AEO ആണ്. മട്ടാഞ്ചേരി സുധാ മേഡം അവിടെ വന്നിരുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു കാര്യത്തിലേക്ക് കിടക്കട്ടെ. ഈ സർക്കാർ എന്തുകൊണ്ടാണ് CBSE പോലുള്ള നാഷണലൈസ് സിലബസ് പഠിപ്പിക്കാത്തത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ കുട്ടികൾ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർന്നു വരണമെങ്കിൽ എന്തുകൊണ്ട് CBSE പോലുള്ള സിലബസ് പഠിപ്പിക്കാതിരിക്കണം? അപ്പോൾ സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ കുട്ടികൾ നിലവാരം പറയുന്ന പോലെ ഈ ഉന്നത നിലവാരത്തിലേക്ക് പഠിക്കാനായിട്ട് സാധിക്കാത്തൊരു അവസരം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ സർക്കാർ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാമല്ലോ. നമുക്ക് CBSE സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളാണല്ലോ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് ഇപ്പോൾ കയറിയിരിക്കുന്നത്. എന്തുകൊണ്ട് സർക്കാർ സ്കൂളുകളിൽ പഠിച്ച് വളർന്നു വന്ന കുട്ടികൾക്ക് ഇത്തരം അവസരം കിട്ടാതെ പോകുന്നു? അത് മാത്രമല്ല, ഈ തിട്ടൂരം ഇറക്കുക എന്ന് പറയുന്നത്, അബ്ദുള്ള, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അബ്ദുള്ളയൊന്നും സംസാരിച്ചപ്പോൾ ഒരിക്കലും ഇടപെട്ടിട്ടില്ല കേട്ടോ. അബ്ദുള്ള ഇങ്ങനെ സാധാരണഗതിയിൽ എല്ലാവരും ഒക്കെ ഇരിക്കുമ്പോൾ ഉള്ള ആ രീതിയിലേക്ക് പോകില്ല. അബ്ദുള്ളയുടെ സ്റ്റാൻഡേർഡിലേക്ക് എനിക്ക് താഴാൻ പറ്റില്ല. ഒന്ന് ഞാൻ പറയാം. അപ്പൊ അല്ല, ഞാൻ പറയാം, ഞാൻ പൂർത്തീകരിച്ചിട്ട് നിങ്ങൾ മറുപടി പറയാൻ ഞാൻ കേൾക്കാൻ തയ്യാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സർക്കാരിന്റെ വിദ്യാഭ്യാസ നിയമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സർക്കാർ സിലബസിലേക്ക് മാറൂ. എന്തുകൊണ്ട് CBSE സിലബസിലേക്ക് സർക്കാർ മാറാൻ പറ്റുന്നില്ല? അത് ഒന്ന് ഞാൻ അവിടെ ഒന്ന് ഈ പൊതുസമൂഹത്തോട് ചോദിക്കുകയാണ്. സർക്കാർ സിലബസിലേക്ക് എന്തുകൊണ്ട് CBSE സിലബസിലേക്ക് സർക്കാർ മാറാത്തത്? അതാദ്യം അങ്ങനെ ഒരു വിദ്യാഭ്യാസം, ഞാൻ ഇതിലേക്ക് വരാം, ഞാൻ പറയട്ടെ. ഇത് ഒന്ന്, സർക്കാർ അത് ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ സ്കൂള് അതിൻ്റെ അംഗീകാരം റദ്ദ് ചെയ്ത ഏത് സ്കൂളിലേക്കായിരിക്കും സർക്കാർ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്? പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ഏത് CBSE പഠിച്ച കുട്ടികൾക്ക്, 9ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടികൾ ഇനി സർക്കാർ സ്കൂളിൽ കൊണ്ട് അവിടെ വിദ്യാഭ്യാസ വകുപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ CBSE സ്കൂൾ അടച്ചുപൂട്ടാനൊന്നും പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഞാൻ പറയട്ടെ, ഞാൻ ഒന്നുകൂടി പൂർത്തീകരിച്ചോട്ടെ. അല്ല, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇത് ബഹുഭൂരിപക്ഷം ഈ വരുന്ന നമ്മുടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ളതാണെങ്കിലും ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ ആശങ്കയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഈ കുട്ടികളുടെ ഈ സ്കൂളിൻ്റെ അംഗീകാരം റദ്ദ് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹം കൊണ്ടുപോയിട്ട് സർക്കാർ സ്കൂളിൽ ഇരുത്തുവോ? ഈ ശിവൻകുട്ടി അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയണം.